അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് 3rd ഡേ ആണ് കേരളയിൽ. 3rd അല്ലല്ലോ, ഇന്ന് 4th ഡേ ആണല്ലേ. 4th ഡേ ഇൻ കേരള. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ്. ഇന്ന് പോരാത്തതിന് അശ്വിൻ്റെ ബർത്ത്ഡേയും കൂടാണ്. ഹാപ്പി ബർത്ത്ഡേ അശ്വിൻ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ യാത്ര പോവാണ്. സോ ഞങ്ങൾ പോവാണ്. അമ്മ ഇവിടെ ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടി നിൽക്കുക. ബൈ. ഞങ്ങളങ്ങനെ കുട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്, തൃശ്ശൂർ. അവിടെ സ്മിത മാഡത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹീലിംഗ് പ്രൊഫഷനിൽ ഇവരൊക്കെ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് പരിചയപ്പെട്ടതാണ്. ഇവരൊക്കെ ഫസ്റ്റ് ടൈം ഐ എം ഗോണ മീറ്റ് ദം. അവിടെ കുറേ പേര്, അതായത് സ്മിത മാഡം, സന്ധ്യ, അംബുജ അമ്മ, അങ്ങനെയുള്ളവരെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സ്മിത മാമിനെ ഒരു വട്ടം ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് ജസ്റ്റ് ഒരു വിസിറ്റിന് വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇറ്റ് വാസ് ലൈക്ക് സോ സർപ്രൈസിങ്. അവിടെ കുറേ പേര് കാണാൻ വന്നു. നമ്മൾ എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ വന്നിരുന്നു. അങ്ങനെ അവരെയൊക്കെ ആദ്യമായിട്ട് കാണാൻ പറ്റി. ആൻഡ് ഇറ്റ് വാസ് ലോട്ട് ഓഫ് എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡ്. അതൊക്കെ കൊണ്ട് ഒരുപാട് സന്തോഷമായി. ആൻഡ് ദെൻ സ്മിത മാം ആണെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കിയ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ദ ലഞ്ച്, എവറിത്തിങ് വാസ് സൂപ്പർ. എനിക്കെല്ലാം കവർ ചെയ്യാനൊന്നും പറ്റിയില്ല. ആൻഡ് ലേറ്റർ ഓൺ ഐ വാസ് ലൈക്ക് അവിടെയുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അശ്വിൻ്റെ ബർത്ത്ഡേയും കൂടെ ആണ്. അപ്പോൾ നമ്മൾ ഇവർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഓക്കെ വി വിൽ ഗോ ദെയർ ആൻഡ് ദെൻ ലേറ്റർ ഓൺ നമുക്ക് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞ എവറിത്തിങ് വാസ് ഹോം മെയ്ഡ്. എല്ലാം കേക്ക് തൊട്ട് ഹൽവ, നമ്മൾ യൂഷ്വലി എല്ലാം ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്നില്ലേ, പക്ഷേ ആ മാം എല്ലാം നമുക്ക് അവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് തന്നതാണ്. സോ യമ്മി ടേസ്റ്റി. ഈവൻ ആ ഒരു വറവ് സാധനങ്ങളാണെങ്കിൽ പോലും. അങ്ങനെ ലഞ്ച് ഓൾസോ ദർ വെർ വെറൈറ്റീസ് ഇഷ്ടംപോലെ. അതൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. ലേറ്റർ ഓൺ ഞാൻ പിന്നെ ഐ വാസ് തിങ്കിങ് ഞാനത് എടുക്കേണ്ടായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കുറേ ആൾക്കാർ വന്നവരെയൊക്കെ മീറ്റ് ചെയ്തു. ആൻഡ് ഒരു ഉച്ചയോടെ നമ്മളതൊക്കെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് ദെൻ വി സാറ്റ്. ആൻഡ് ദെൻ നമ്മളവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യായിരുന്നു. അവിടെ കുറേ എന്താ പറയുന്നത്, വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പൂച്ച. അപ്പോൾ അതിനെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഞാൻ എവിടെ ചെന്നാലും അവിടെ കുറേ പൂച്ചകൾ കാണും. അപ്പോൾ ഈ പൂച്ചയ്ക്ക് ഒരു എന്താ പറയുന്നത്, നമ്മളോട് ഒരു പരിചയക്കുറവോ ഒന്നുമില്ലാതെ നല്ല കൂളായിട്ട് നമ്മുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പം പിന്നെ കുട്ടികളും അതിൻ്റെ കൂടെ കളിക്കുക. പിന്നെ ഇവിടുത്തെ ഗാർഡനൊക്കെ കണ്ടപ്പം നമുക്ക് ഭയങ്കര കൗതുകമായി. മമ്മി ഈസ് സോ ഫൗണ്ട് ഓഫ് ഗാർഡൻ, അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും മമ്മി ഓൾസോ ലൈക്ക് ഇവിടെ നിന്ന് ഏത് ചെടിയാണ് ഞാൻ ഇനി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് മമ്മി വാസ് തിങ്കിങ്. അങ്ങനെ ഈ പൂച്ചക്കുട്ടിൻ്റെ കൂടെ നമുക്കിനി കുറച്ച് നേരം ഒന്ന് കളിക്കാം. ഇതാണെങ്കിൽ നമ്മൾ പൂച്ചയുടെ ശബ്ദമൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വിൽ ജസ്റ്റ് സീ ദാറ്റ്. ആരുടെ മടിയിലിരുന്നില്ല. പൂച്ചയ്ക്ക് പൂച്ചയുടെ വീഡിയോ ഇട്ട് കൊടുത്തോളൂ. പൂച്ച എന്നിട്ട് ആ ശബ്ദം കേട്ടിട്ട് വരിക. ഒരു ആ കുഞ്ഞു പൂച്ചയുടെ ശബ്ദം വെച്ചു കൊടുക്കും, അതാണ് അതിന് വേണ്ടത്. എടാ നീ അവിടെ വെക്കടി, അത് അതിന് പേടിയില്ല, നീ അവിടെ വെച്ചാൽ മതി. ആ മൊബൈലിൽ ആ പാട്ടും വെച്ച് നീ കൈ പിടിക്കണ്ട. ആ എങ്ങനെ വെച്ചോട്. എന്നെ പറ്റിക്കല്ലേ എന്ന് പൂച്ചയുടെ മണം ഉണ്ടാവും. ആരാ അത്? മമ്മി ഇവിടുന്ന് ചെടിയൊക്കെ മേടിച്ചുകൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. റംബൂട്ടനെ, ഇത് റംബൂട്ടൻ ഏത് ചെടിയാണ്? ആ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ഓഹോ ഹോ. മമ്മിക്ക് ചെടികളൊക്കെ ആ ചെടി ബാംഗ്ലൂരിൽ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടിരുന്നേ. പയറ് നമ്മുടെ നാട്ടിൽ. വാവ്, ചേമ്പ്. ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം ഗൈസ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ മമ്മിയുടെ അടുത്തൊക്കെ ഉള്ളത്. അത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ മാഡത്തിൻ്റെ വീട്ടിലും സ്മിത മാഡത്തിൻ്റെ വീട്ടിലും ഉണ്ട്. വാവ്, കണ്ടോ? ഇത് ഞാൻ ഇതാ കുഞ്ഞാ, ഈ പുളി നീ കണ്ടിട്ടുണ്ടോ? ഈ പുളി എന്തുവാ എന്തുവാ പറ. പൂച്ച അവിടെ നിൽക്കട്ടെ.
ഞാൻ കടിക്കില്ല. എന്തിനാ ഇതെന്തുവാ? മിറാക്കിൾ ഫ്രൂട്ട്. അതിങ്ങനെ കുരു ഇറക്കല്ലേ? തിന്നെ ഫസ്റ്റ് അങ്ങോട്ട്. വേണ്ട. അമ്മ ചവച്ച് ആ കുരു മാത്രം താ. മിറാക്കിൾ ഫ്രൂട്ട് ജാമൂൺ. ഇത്ര വേണ്ട റിയാക്ഷൻ. കുരു കൊട്. അമ്പുജാമ. ഞങ്ങൾക്ക് അതുകൊണ്ട് വായിക്കുക. പിന്നെ നമുക്ക് പക്ഷെ ചിക്കൻ എനിക്ക് നല്ല ടേസ്റ്റ് പരിപാടിയല്ല. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. നല്ല കാര്യമാണ്. ആ തുപ്പ് കൊടുക്ക്. കെട്ടി വെച്ചിരിക്കുക. ഇങ്ങനെയാണ് ഇതിന്റെ കുരു. ഇനി എന്താ ചെയ്യണ്ടേ? ചെടിയുടെ പേരാ പറയുന്നത്. ഇന്നതിന്റെ പേര്, ഇതിന്റെ പേരെന്താണ്? മിറാക്കിൾ ഫ്രൂട്ട് ജാമൂൺ. ഇത് മിറാക്കിൾ ഫ്രൂട്ട് ആണ് ഗൈസ്. അതിന്റെ അത് കാണിച്ച് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് വലുതാവണ്ടാണ് ഇപ്പം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യം ഒരു ചെറിയ പുളി പോലെ വന്ന് പിന്നെ നല്ല മധുരമാണ്. ആ അതും കൂടെ കഴിക്കേ, അതും കൂടെ കഴിക്കേ. മതി. ആ ഇനി അത് കടിക്ക്. അപ്പോൾ ഇതെന്താന്ന് പറ. ഇത് എരുമ്പാൻ പുളി. ഭയങ്കര പുളിയല്ലേ? ഇനി അത് കഴിക്ക്, കടിക്ക്. ഫുള്ള് നല്ല വലിയ പീസ് കടിക്ക്. നല്ല വലിയ പീസ് കടിക്ക്. ഭയങ്കര പുളിയായിരുന്നു. പക്ഷേ ഈ മധുരം. നിങ്ങൾക്ക് ഇവിടുത്തെ ഫുഡെല്ലാം മധുരമായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. നേരമായി ഞങ്ങൾ കഴിച്ചിട്ട്. അവര് പറഞ്ഞു ഭക്ഷണത്തിൽ ഒന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ലെന്ന്. അപ്പൊ തന്നെ നീ കഴിച്ചോ? ഞങ്ങൾ എത്ര അങ്ങനെ കഴിച്ചെന്നറിയാം. മധുരം പുളി കൊണ്ട് ഇറക്കാൻ പറ്റാത്ത സാധനം, പക്ഷെ ഭയങ്കര മധുരം. നമ്മൾ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പെണ്ണുങ്ങൾ ഇന്നത്തെ ഓരോരുത്തരെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് കുറച്ച് വീട്ടിൽ കൊണ്ടുപോയി നട്ടാൽ മതി. അപ്പൊ നമുക്ക് എന്തൊക്കെ ഓൾറെഡി മമ്മി കുരു പാക്ക് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ നടാൻ. അപ്പോൾ ഗൈസ് കം ഓൺ. ഇവിടുത്തെ നല്ല ഇതാണ്. അപ്പോൾ ഇത് സ്മിത മാഡത്തിൻ്റെ വീടാണ്. ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്തതാണ്. അമ്മണി കാണിച്ചു തരും. ഇതാണ് അതിന്റെ ചെടി കേട്ടോ. താഴേന്ന് പറിക്കും. താഴെയൊന്നുമില്ല. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കാണിച്ചു. ഇത് ഞാൻ അച്ഛന് കൊടുക്കാം. വാ, നിനക്ക് ഒന്നും പറയണ്ട അച്ഛാ. ഓപ്പൺ ചെയ്യും മഹേഷ്. ഇതൊന്ന് കഴിക്കാമോ? ഈ സാധനം കുരു ഇറക്കല്ലേ? ജസ്റ്റ് കടിച്ച് മൊത്തം തന്നോ. പക്ഷെ കുരു ഇറക്കരുത്, കടിക്കരുത്. കുഴിഞ്ഞു തരണം. വായിലിട്ട് ചുണച്ചിറക്കൂ. നമ്മൾ വേറെ കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ കഴിച്ചാ കുരു വരുന്നവരെ കഴിക്ക്. നല്ല എന്ത് ടേസ്റ്റാ വരുന്നത്? പുളിപ്പോ? മധുരല്ല. അത് കഴിക്കുക, പക്ഷെ കുരു കഴിക്കരുത്. നമുക്കിത് ബാംഗ്ലൂരിൽ കൊണ്ട് നടാനാണ്. വായിക്കാത്ത ഞാനാ. പിന്നെ അതെ ഇത് ചേട്ടൻ കൊടുക്കണം. ഇതൊന്ന് കഴിക്കും. ഇതെന്താ അതിന്റെ രുചി? പുളിയല്ലേ? കഴിച്ചോളൂ. കഴിക്ക്. എന്ത് ടേസ്റ്റാ? മധുരം കണ്ടോ? സൂപ്പറല്ലേ? ഫുള്ള് കഴിച്ചോ? മധുരമാണ് ഫുള്ള്. അപ്പൊ ഇത് കഴിച്ചിട്ട് നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും എന്ത് ഫുഡല്ല, നെല്ലിക്ക കഴിച്ചാൽ ഭയങ്കര മധുരമാണ്. ഞങ്ങൾ കഴിച്ചു. അവരത് കഴിച്ചില്ലല്ലോ, നിങ്ങളല്ലേ? ഞങ്ങളൊക്കെ കഴിച്ചത് മധുരല്ലേ? ഇത് ശരിക്കും പുളിയാണ്. നിങ്ങളാ എന്നത് ഡ്രാഗണോ? മാജിക് മിറാക്കിൾ ഫ്രൂട്ട് ജാമൂൺ. ജാമൂണില്ലേ? മിറാക്കിൾ ജാമൂൺ കഴിച്ചുകൊണ്ടാണ് അത് ആ ഒരു ചെടിയാണ്. നല്ല ചെടിയാണ്. ഇത് ഞങ്ങൾ കൊണ്ടുപോയി ബാംഗ്ലൂർ കുഴിച്ചിട്ടിട്ട് നമുക്ക് നോക്കാം. ഇനി അവിടെ ഉള്ളവരേക്ക് നമുക്ക് എത്തിക്കാം. ഇതൊക്കെ ആർക്കും അറിയത്തില്ലെന്ന്. ഇല്ല, ഇവിടെ താമസിക്കുന്നവർക്ക് ആർക്കും അറിയത്തില്ല. അപ്പോ ബാംഗ്ലൂരിലാണ് ആർക്കും അറിയില്ല. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ്. മമ്മി യൂട്യൂബിലല്ലാണ്, ഞങ്ങൾ അതുപോലെ. ഇവിടെ ഓർക്കിഡ് പൂവൊക്കെ കേട്ടോ, സൂപ്പറായിട്ടല്ലേ. എൻ്റെ ഡ്രസ്സിന് മാച്ച് ആവും ഗൈസ്. നോക്കൂ, ഇറ്റ്സ് മാച്ചിങ് മൈ ഡ്രസ്. ഇവിടെയൊക്കെ ഉണ്ട് കുറേ ചെടിയുണ്ട്. എന്തിനാ ബോട്ടിലല്ലോ? എന്തിനാ? ആ ഞങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്നല്ലോ. ഈ ചെടിയെ കണ്ടോ, നൈസ്. ദിസ് കളർ ഇസ് ഓൾസോ സൂപ്പർ. പിങ്ക്, യെല്ലോ. ഓ, തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വീട്ടിലുമുണ്ട് ഒരു കിണർ. പിന്നെ അതെ ഈ ചെടിയും ഇതൊരു സൈസ് ചീര പോലത്തെ ഒരു ചെടിയാണ്. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സോ
ഓൾ ബ്യൂട്ടിഫുൾ ചെടീസ് ഇവിടുണ്ട്. നൈസ്. പൊമോഗ്രാനൈറ്റ് എല്ലാം ഉണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ ഉണ്ട്. സോ ഞാൻ ഗോയിങ് ദെയർ. ഇതാണ്. എന്താടാ അച്ചു, വെള്ളം വേണോ? അയ്യോ ഇതൊന്ന് വലിച്ചു പതുക്കെ കീറണ്ട മുള്ള. ഓക്കെ അപ്പം എൻ്റെ മമ്മി എവിടെ പോയാലും ചെടി അന്നേരം ചെടിയൊക്കെ കൊടുക്കുകയാണ്. ഓ മമ്മിക്ക് സന്തോഷമായി. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മളിനിയും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ വിചാരിച്ചു അശ്വിൻ്റെ ബർത്ത്ഡേ അല്ലേ, കേക്കൊക്കെ വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഞാനവിടെ ഒരു ബേക്കറിയിൽ കയറിയിട്ട് കൊടകരയിൽ തന്നെ ഉള്ളത് ഈ ഒരു ഫ്ലേവറാണ് നമ്മളെടുത്തത്, ബട്ടർ സ്കോച്ച്. അതൊരു വീക്ക്നെസ് ആട്ടോ. അങ്ങനെ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ഇത് നമ്മൾ വാങ്ങിയിട്ട് പോവാണ്. അപ്പോൾ ഈ ബേക്കറി ഏതാണെന്ന് എല്ലാവർക്കും കാണണ്ടേ, അത് ഞാൻ കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ പേരാണ് ഫ്ലോറ ബേക്കേഴ്സ് എന്നാണ് പേര്. അപ്പോൾ ഇത് കൊടകരയിലുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ ഞാൻ അശ്വിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ട്രെൻഡ്സിലേക്ക് വിടാൻ പറഞ്ഞു. അവിടെ നമ്മൾ അവന് ഇഷ്ടമുള്ള ഒരു ഷർട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് അവൻ്റെ ഒരു ഫ്രണ്ടും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അപ്പോഴാണ് അവൻ പറയുന്നത്. ആ പയ്യനും ഇവിടെയുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മെൻസ് വെയറിലേക്കാണ് പോകുന്നത്. നമ്മൾ ബാംഗ്ലൂരിൽ കാണുന്നത് അതേപോലൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓൾ ദ കളക്ഷൻസ്, നല്ല വെറൈറ്റി കളക്ഷൻസൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ അവൻ അവിടെ നിന്ന് ഏതാണ് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് അവൻ പിന്നെ ട്രയൽ റൂമിൽ പോയി ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഉള്ള ഷർട്ട്സും കാര്യങ്ങളും, ഞാനിവിടെ ഫുൾ കവർ ചെയ്തിരിക്കുന്ന മെന്നിൻ്റെ വെയർ മാത്രമാണ്. യൂഷ്വലി നമ്മൾ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ നമ്മൾ ലേഡീസിൻ്റെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ബട്ട് ഐ വാസ് ലൈക്ക് മോർ ഓൺ ദിസ് വൺ. അപ്പോൾ എപ്പോഴും അത് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഇത് കുറച്ച് വെറൈറ്റീസ് ഓഫ് ഷർട്ടാണ്. അങ്ങനെ അവൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒക്കെ പാക്ക് ചെയ്തു. പിന്നെ ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്തത് വന്നിട്ട് രാധിക ചേച്ചിയുടെ വീടിൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടെയാണ് നമ്മൾ കേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ചേച്ചി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് സന്ദീപും അമ്മുവും കൂടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം വൈകുന്നേരം കേക്ക് മുറിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു. ഇതാണ് മഹേഷ് ഏട്ടൻ ജനിച്ച് വളർന്ന വീട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം രാധിക ചേച്ചിയാണ് താമസിക്കുന്നത്. അപ്പോൾ അശ്വിൻ ഓൾറെഡി അവിടെ കൊണ്ട് അതെല്ലാം വെച്ചിട്ട് വരികയാണ്. ഇനി പിന്നെ നമ്മളിനി നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഇതാണ് അഴകം ദേശം. അപ്പോൾ അഴകത്തുനിന്ന് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അമ്പലത്തിൻ്റെ അവിടേക്കാണ്. അവിടെയാണ് മഹേശ്വരനൊക്കെ താമസിക്കുന്നത്. അപ്പോൾ നമ്മളിനി വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇവർ ടോക്കൺ ഓഫ് ലവ് ഷവർ ചെയ്തതൊക്കെ ഞാനൊന്ന് ഐ വാസ് സോ ഈഗർ ടു സീ വാട്ട് ദേ ഹാവ് ഗിവൻ മീ. അപ്പോൾ അവിടെ വട്ടയപ്പം, പിന്നെ എന്താ പറയുക ഇതെന്താ ഇലയപ്പം അല്ല, മറ്റേ പഴംപൊരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആലുവ തന്നിട്ടുണ്ടായിരുന്നു, കാഷ്യൂസ്, പിന്നെ കുറച്ച് ഡേറ്റ്സ്, പിന്നെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കുറേ ചോക്ലേറ്റ്സും. ഇതൊക്കെ സന്ധ്യയാണ് കേട്ടോ തന്നത്, അംബുജാമ്മേൻ്റെ മകളാണ്. സോ പിന്നെ ഇത് നമുക്ക് സ്മിത മാം തന്നതാണ് അമ്മണിക്ക് വേണ്ടിയിട്ട് സൂപ്പിൻ്റെ ബാഗ്. പിന്നെ ഇത് ജ്യോതി എന്ന് പറയുന്ന ഒരു കുട്ടി തന്നെയാണ് ഈ സാരി. ആൻഡ് എവറി ടൈം ഷീ ഗീവ് മീ സംതിങ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ സാരി, പിന്നെ എനിക്ക് പിന്നെ എന്താ പറയുക കുറേ ചുരിദാർ പീസ്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ചുരിദാർ പീസ്. സോ ഐ ഹാവ് നോട്ട് സ്റ്റിച്ച്ഡ് യെറ്റ്. അപ്പോൾ അത് എന്തായാലും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. ഐ ലവ്ഡ് ഇറ്റ്. ദ കളർ ഇസ് പിങ്ക്, ലൈറ്റ് പിങ്ക് കളറാണ് തന്നത്. ആൻഡ് ദുപ്പട്ട ഇസ് ഓൾസോ വെരി നൈസ്. ആൻഡ് അത് നല്ല ഹൈലൈറ്റ് ആയിരുന്നു ആ ഒരു കോമ്പിനേഷൻ. ഐ ലൈക്ഡ് ഇറ്റ്. പിന്നെ അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഐ വിൽ ബി പോസ്റ്റിംഗ് ഇറ്റ് ലേറ്റർ. ആൻഡ് ദെൻ പിന്നെ കുറച്ച് ജെൻസിൻ്റെ വേറെ ആയിരുന്നു, മഹേഷേട്ടന് മുണ്ടും പിന്നെ ഷോർട്ട് പീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ കുറേ. പിന്നെ സ്മിത മാം ആണെങ്കിൽ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളുമൊക്കെ ഒരു ഇതായിട്ട് തന്നിരുന്നു. ആൻഡ് ഓൾ കൈൻഡ് ഓഫ് എല്ലാത്തിൻ്റെയും വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ആൻഡ് അതായത് ഇതൊക്കെ ഞാൻ പണ്ട് അച്ഛൻ ഉള്ളപ്പം വി യൂസ് ടു ഹാവ് ഓൾ ദിസ് തിങ്സ്. പിന്നെ ഇപ്പോഴൊക്കെ വളരെ കുറവാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നതൊക്കെ, ബട്ട് യു ഷുഡ് ഹാവ്. അങ്ങനെ പിന്നെ നമുക്ക് വൈകുന്നേരം നമ്മൾ അമ്മൂൻ്റെ അടുത്തേക്ക് പോവാണ്. ഞാൻ പറഞ്ഞ പോലെ അവിടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗെദറാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് പൂനിലാർക്കാവൊക്കെ മഹേശ്വരൻ എനിക്ക് കാണിച്ചു തരായിരുന്നു. ഇത് നല്ല രസമാണ്. ബട്ട് നൈറ്റ് ടൈം ആയതുകൊണ്ട് എനിക്കത് കൂടുതൽ കവർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ അമ്മൂൻ്റെ അടുത്ത് എത്തിയിരിക്കുക.
നൈറ്റ് ടൈം നല്ല രസമുണ്ടല്ലേ വീട് കാണാൻ. അങ്ങനെ കുട്ടികൾക്കെല്ലാം നമ്മൾ ഫസ്റ്റ് ഭക്ഷണം കൊടുത്തു. ഇറ്റ് വാസ് പൊറോട്ട ആൻഡ് അവർക്ക് ചിക്കൻ കറിയൊക്കെയാണ്. ദെൻ പിന്നെ കുറേ വേറെ വെറൈറ്റീസ് ഓഫ് ഫുഡും ഉണ്ടായിരുന്നു. ഐ വിൽ ബി ഷോയിങ് ദാറ്റ്. ഓക്കെ. അഞ്ജു എന്ത് ചെയ്യുവാ? രജനീകാന്ത് കളിക്കുവാണോ? ഒന്ന് വെച്ചാൽ നോക്കട്ടെ. ഓട്ടോക്കാരനാണ് തിരിഞ്ഞാണ് മൊത്തം. ഓ തിരിച്ച് വെക്ക്. കമോൺ തിരിച്ച്. അല്ല അങ്ങനെ അല്ലെന്ന്, ഇത് ഇങ്ങനെയൊന്നും അല്ലെന്ന്. തല തിരിച്ചാണ് വെക്കുന്നത്. വീടറിയാ ഞാൻ ചെയ്തോളാം, നിങ്ങളുടെയൊക്കെ സഹായം വേണ്ടാന്നാ കുട്ടി പറയുന്നത്. വീടറിയാം. വാവ് ആരിതാ? നല്ല വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. വെജും നോൺ വെജും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം എല്ലാവരും സംസാരിച്ച് ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കടന്നിരിക്കുന്ന നല്ലൊരു പാട്ടാണ്, ഗാനമേളം. നമുക്കിപ്പോൾ കേൾക്കാം സുധിച്ചേട്ടൻ്റെ. ഇനി നമുക്ക് അച്ചുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാം അല്ലേ? കേക്കും വെച്ച് ഒപ്പന എല്ലാരും സന്തോഷ ജന്മദിനം അച്ഛനെ ഇവിടെ നിൽക്കണം. അച്ചു കുഞ്ഞോട്ടനാ ഇത് പിന്നെ അപ്പുവാണ്, അവൻ്റെ ജട്ടി ദോസ് എന്ന് പറയും. കസിൻസാണ്, പക്ഷെ അവർ ഫ്രണ്ട്സിനെ കാട്ടി അപ്പുറമാണ് ഗൈസ്. എവിടെ പോയാലും ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ അച്ചു അവിടെ കേരളത്തിലുള്ളപ്പം ഇവനായിരുന്നു കൂട്ട്. അങ്ങനെ അച്ചുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് നമ്മൾ അന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം എല്ലാവരും വാസ് ലൈക്ക് ഹാപ്പി, സൂപ്പർ ഹാപ്പി. അപ്പം നമ്മൾ വീണ്ടും അടുത്ത ഏതെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ ഇനിയും നെക്സ്റ്റ് ഇയർ എന്തെങ്കിലും പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പം ഇറ്റ് വാസ് സൂപ്പർ ഹാപ്പി. എല്ലാവരും അച്ചുവിന് കേക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവൻ്റെ വയറ് നിറയ്ക്കുകയാണ്. അവൻ ഡിന്നർ ഇതുവരെ കഴിച്ചില്ല, എനിക്ക് തോന്നുന്നില്ല ഇനി അവൻ ഡിന്നർ കഴിക്കുമെന്ന്. അതുപോലെയാണ് എല്ലാവരും വായി വെച്ച് കൊടുക്കണം. ബട്ട് അവൻ റിട്ടേൺ കൊടുക്കാൻ അവന് പറ്റുന്നില്ല, ആരും മേടിക്കുന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ഗൈസ്.